ഇന്ന് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ വിമൻസ് ഹെൽത്ത് എന്നൊരു ദിവസമാണ്. ഇങ്ങനെയൊരു ദിവസത്തിൻ്റെ ആചരണത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്ത്രീകൾ എപ്പോഴും ഒരു മൾട്ടി ടാസ്കേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവരുടെ പലവിധ റോളുകൾ, ഒരു അമ്മ, ഭാര്യ, കുടുംബിനി, മകൾ, അതല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തെ പലവിധ റോളുകളിൽ അവർ ഏറ്റവും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്: സ്വന്തം ആരോഗ്യം. സ്ത്രീകളുടെ ഇടയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് അവരവരുടെ ജോലി തിരക്കുകളിലേക്ക് കടക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണ രീതി, ആവശ്യത്തിന് വ്യായാമം, ആവശ്യത്തിനുള്ള ഉറക്കം, ഈ വക കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിത തിരക്കുകളിൽ. സ്ത്രീകളുടെ ഇടയിലുള്ള ഹൃദ്രോഗം, ഡയബറ്റിസ്, അതല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം, ഈ വക രോഗങ്ങൾ കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയാണ്. ആരോഗ്യകരമായ ഭക്ഷണ രീതി, കൃത്യമായ ഉറക്കം, വേണ്ട അളവിലുള്ള വ്യായാമം, ഈ വക കാര്യങ്ങൾക്ക് നമുക്ക് മുൻതൂക്കം നൽകാൻ സാധിക്കുന്നില്ല. അതുപോലെ സ്ത്രീകളുടെ ഇടയിലുള്ള ഹൃദ്രോഗം, ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, ഈ രോഗങ്ങൾ കൂടിക്കൂടി വരികയാണ്. കൃത്യമായ സ്ക്രീനിങ് നടത്താനും ഏർലി ആയിട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്ത് വേണ്ട അളവിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും നമ്മൾ വിട്ടുപോകുന്നു. സ്ത്രീകളുടെ ഇടയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ബ്രസ്റ്റ് ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസേഴ്സാണ്. ആദ്യ ഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ ചികിത്സയിലൂടെ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാനാവുകയും ചെയ്യും. പക്ഷേ മിക്കവാറും ഡോക്ടർമാരുടെ അടുത്ത് എത്തുന്നത് അഡ്വാൻസ് സ്റ്റേജസിലാണ്. അവർക്ക് ഈ സ്തനത്തിലുള്ള മുഴ അല്ലെങ്കിൽ കക്ഷത്തിലുള്ള മുഴ, ബ്ലീഡിങ്ങിലുള്ള വ്യത്യാസം, ഇതെല്ലാം കുറച്ച് നാളായിട്ടുണ്ടാകും. പക്ഷേ മറ്റ് തിരക്കുകൾ മൂലം ഡോക്ടറെ അടുത്ത് പോകുന്നത് പിന്നെ ആവാം, നാളെ ആവാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ശീലം കാരണമാണ് മിക്കവാറും ക്യാൻസറുകൾ അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം നൽകുന്ന സൂചനകൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുകയും അതിന് വേണ്ട പരിഗണന നൽകുകയും കൃത്യമായ സമയത്ത് ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കുകയും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുകയും വേണം എന്നാണ് ഈ ദിനം നമ്മളോട് കൺവേ ചെയ്യുന്നത്. സ്ത്രീകൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവതികളാകണം. ജെൻഡർ ബേസ്ഡ് വയലൻസ് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നതിനെ കൂടി സ്ത്രീകൾ കുറച്ചും കൂടി ബോധവതികളാവണം എന്നുകൂടി ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.